യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 19-ാം വാക്യത്തിൽ മറുപടി കേട്ടോ. ആ നിലവിളി മേളിലെത്തി കഴിയുമ്പോൾ ആ മറുപടി കേട്ടോ. യെശയ്യാ പ്രവചൻ്റെ പുസ്തകം 30-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ മറുപടി കേട്ടോ. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട. കാരണം കരച്ചിൽ എവിടെ എത്തി? നിങ്ങളുടെ നിലവിളിയുടെ കരച്ചിൽ എവിടെ എത്തി? ദൈവം മുമ്പിൽ എത്തിയോണ്ട് ഇനിയും നിങ്ങൾ എന്തോ ചെയ്യണ്ട, കരഞ്ഞുകൊണ്ടിരിക്കണ്ട. ഞാൻ ചിലരൊക്കെ വിചാരിച്ചത് എന്നും നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവെന്നാ. ഇന്ന് നിനക്ക് ഉറപ്പ് തന്ന് ഇവിടുന്ന് വിടുവാ, എന്നും കരച്ചിലില്ല. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. എത്ര പേര് ആമീൻ പറയും? ഇനിയും കരച്ചിലില്ല, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഞാൻ ഇന്നലെ വൈകിട്ട് ലൈവിനകത്ത് പ്രസംഗിച്ചപ്പം എബേസിനെ കുറിച്ച് പ്രസംഗിച്ചപ്പം എന്നെ ഉള്ളി ഭയങ്കരമായിട്ട് ആ വചനം അങ്ങ് തിളച്ചു പൊങ്ങി. ഓക്കെ, ജനിച്ചപ്പോൾ ഒരു വ്യസനപുത്രനായിട്ടാണ് ജനിച്ചത്. എബേസിൻ്റെ ചരിത്രം ആദ്യത് പ്രയറില്ല. നിനക്ക് ആഗ്രഹമുണ്ടോ നിന്റെ ചരിത്രം പ്രയറിൽ മാറണം? നിന്റെ രക്തബന്ധങ്ങൾ അറിയണം. അവൻ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയാണ് അവൻ്റെ വീടിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നതെന്ന് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കണം. ഇന്നലെ ഞാൻ ലൈവിൽ പ്രസംഗിക്കാൻ നേരത്തെ എനിക്ക് പരിശുദ്ധാത്മാവ് ഭയങ്കര ബോധ്യങ്ങൾ തന്നു. 4 കാര്യം ഞാൻ പ്രസംഗിച്ചു. യഹോവയെ അനുഗ്രഹിച്ചാൽ നിനക്ക് വർധന ഉണ്ടാവുമെന്ന് പ്രസംഗിച്ചു. 2ാമത് പ്രസംഗിച്ചു, ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ ഉണ്ടെന്നില്ല, നിന്റെ പേര് കേട്ട ആരിലൊക്കെ പറയുമെന്നാണ് വിചാരിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ നിന്റെ പേര് വലുതാകും. ആ വാക്ക് ഞാൻ തന്നെ പറയുന്നില്ല, താഴോട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ ഇവിടുത്തെ സന്ദേശം? എബേസ് പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥിക്കുക, എന്നെ നിശ്ചയമായും നീ അനുഗ്രഹിക്കണം. എൻ്റെ അതിരുകളെ എന്ത് ചെയ്യണം? നിന്റെ ലൈഫിൽ വ്യാപരിക്കുന്ന ഇടുക്കം പ്രയറിൽ പൊട്ടണം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എവിടോ വലിയ വിശാലത. അപ്പം നമ്മൾക്ക് ഈ വാക്യത്തിലേക്ക് അപ്പം എബേസ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥന കൊണ്ടാണ് അവൻ്റെ ലൈഫിനെ തിരുത്തിയത്. നീ ഒരാൾ പ്രാർത്ഥിക്കുന്ന ആൾ മതി, നിന്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം തിരിയും. പ്രാർത്ഥനയുടെ ശക്തി അത്ര പവറാ. അത് മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് വരാം. യെശയ്യാ പ്രവചനത്തിലെ വാക്യത്തിലേക്ക് വരാം. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട. ആരോടൊക്കെയോ ദൈവം തോളെ തൊട്ട് പറയുക, ഒത്തിരി നാൾ കരഞ്ഞ വിഷയത്തിൽ ഇനി നീ കരഞ്ഞുകൊണ്ടിരിക്കണ്ട. ചിലതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും കരയാനായിട്ട് മാത്രം അങ്ങ് ജനിച്ചാന്നാ. നീ കരഞ്ഞപ്പോൾ ചിലർ ചിരിച്ചിട്ടുണ്ട്, പക്ഷെ ഇനി നീ ചിരിക്കുമ്പോൾ അവർ കരയാൻ തുടങ്ങും. എത്ര പേരാമയും പറയാൻ പറ്റും? കരയാനായിട്ടുള്ള വിധി ഒന്നുമല്ലിത്. നിന്റെ കരച്ചിൽ മാറ്റാൻ കഴിയുന്ന യേശു ഈ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആ സങ്കടം ഇനി ആ വിഷയത്തിൽ കരയണ്ടെന്ന്. ഹന്ന ഒരിക്കൽ പ്രാർത്ഥനാ സ്ഥലത്തുനിന്ന് എഴുന്നേറ്റപ്പം അവിടെ വായിക്കുന്ന, അവിടെ മുഖം വാടിയില്ല, പിന്നെ അവൾ കരഞ്ഞില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വേഗത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇനിയും നിങ്ങൾ ആ വിഷയം ചൊല്ലി കരയണ്ട. വായിക്കാൻ നമുക്ക് ദൈവത്തിന്. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. ദൈവം നിശ്ചയമായിട്ട് നിന്നോട് കരുണ കാണിക്കാൻ പോവാ. കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. എത്ര പേര് ആമേൻ പറയും? നിശ്ചയമായിട്ടും കരുണ കാണിക്കും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറയാം, നിശ്ചയമായിട്ടും. ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തുക. നിന്റെ നിലവിളിയെങ്കിൽ ഒരു നിലവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നില വിട്ടു വിളിക്കുക. തിമായിയുടെ മകനായ ബർത്തിമായിയോട് ചോദ്യര്, അവന്റെ ചരിത്രം മാറിയത് ഒരു നിലവിളിയുടെ മുമ്പിലാണ്. നിലവിളിക്കേണ്ടവനോട് നിലവിളിച്ചാൽ നിന്റെ അരാജകത്വം മാറും, നിന്റെ ഗതികേട് മാറും, നിന്റെ കുടുംബത്തിലെ ശാപം മാറും, നിന്റെ തലമുറയുടെ ബന്ധനം അഴിയും. നിലവിളിക്കേണ്ട പോലെ യേശുവിനോട് നിലവിളിച്ചാൽ, ആരെയും കാണാതെ വീടിനകത്ത് കയറി വാതിലടച്ച് നിലവിളിക്കണം. നല്ല AC വണ്ടിയൊക്കെ തന്നിട്ട് ഗ്ലാസ്സൊക്കെ കളത്തിയ യേശുവേ എന്ന് നിലവിളിക്കണം. നീ നിലവിളിച്ചാൽ ഉടനെ നിന്റെ കരച്ചിൽ നിൽക്കും. കാരണം വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ ദൈവം ഇറങ്ങും. അതാ ദൂത്.
വേഗത്തിൽ എന്ന പദത്തിലോട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഒരുപക്ഷെ ഇന്നത്തെ ദിവസം തന്നെ ആയിരിക്കാം വേഗത്തിൽ ചില കാര്യങ്ങൾ നടക്കും. ചില ദൈവപ്രവൃത്തി കണ്ട് നീ പോലും അത്ഭുതപ്പെട്ടു പോകും. ഒരിക്കൽ ദൈവപ്രവൃത്തി കണ്ട ജനം പറഞ്ഞു, ഞങ്ങളൊരു അപൂർവ കാര്യം കണ്ടെന്നാ. എനിക്ക് പിന്നെ ദൈവം ഒരു ബോധ്യം തന്നെ, വിശ്വാസമുണ്ട്. 2024 ഒരു അപൂർവ കാര്യം, ആരുടെയും കുടുംബത്തിൽ നടക്കാത്ത കാര്യം, ആരുടെയും ലൈഫിൽ നടക്കാത്ത കാര്യം, പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിൽ ഒരു അപൂർവ കാര്യം. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുക. എനിക്കറിയാം, ഈ മീറ്റിംഗ് തരുന്ന മുമ്പ് ചില അപൂർവ കാര്യങ്ങൾ നടക്കാൻ പോവാ. വചന വെളിപ്പാടിലോട്ട് നമുക്ക് വരാം. പരിശുദ്ധാത്മാവ് ഇന്ന് ഭയങ്കര കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് നമുക്ക് ദൂതിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. അപ്പം അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേ. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവൻ നിശ്ചയമായിട്ടും എന്ത് ചെയ്യും? അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. അടുത്തിരിക്കുന്ന ആളെ തൊട്ട കർത്താവ് നിന്നോട് കരുണ തോന്നുമെന്ന് പറ. ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്നെ നോക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കർത്താവ് നിങ്ങളോട് കരുണ തോന്നുമെന്ന്? ബൈബിള് പറയാം നിശ്ചയമായിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ട, നിശ്ചയമായിട്ടും കരുണ തോന്നും. നിന്നോട് ദൈവം കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. അടുത്തത് വായിക്കുന്നത്, അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. നീ നിലവിളിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ. നിങ്ങൾക്ക് ആ അധ്യായത്തിൽ സ്തോത്രം ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കണേ. സ്തോത്രം, വാക്യം 20-ാമത്തെ വാക്യം, അതേ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. നിനക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും, നീ കുറെ നാൾ കൊണ്ട് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കുടിക്കുക. പരാതി പറഞ്ഞു നീ മടുത്തു, പ്രാർത്ഥിച്ചു നീ മടുത്തു. എൻ്റെ ബ്രദറെ, എന്താ എൻ്റെ വിഷയത്തിന് പരിഹാരമില്ലാത്തത്? കർത്താവ് സംസാരിക്കുക. നിന്റെ നിലവിളി മേലിലെത്തിയോണ്ട് നിന്നോട് സംസാരിക്കുക. ഇനിയും നിന്റെ ഉപദേഷ്ടാവ് നിന്റെ വിഷയത്തിൽ മറഞ്ഞിരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പറയാൻ പോവുക. നീ ചിന്തിക്കാത്തടത്തുനിന്ന് നിന്നെ മറുപടിയെ പൊക്കിയെടുക്കാൻ പോവുക. പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് നിന്റെ അനുഗ്രഹത്തെ ഉയർത്തി. എനിക്കറിയാം, ആളിക്കത്തുന്ന തീ പോലെ ഇന്നിവിടെ കൂടി ആയിരക്കണക്കിന് ആൾക്കാരുടെ മേൽ ഒരു അഗ്നി ആളി ഇറങ്ങുകയാണ്. നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ കുഞ്ഞിന് വേണ്ടി ദൈവം ചിലത് ചെയ്യുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുന്നു. നീ കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും കുടിച്ചാലും, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും, കുറച്ച് നാൾ കൊണ്ട് ഇത് കുടിക്കുക, അല്ലയോ? ദൈവം പറയാം, അത് നിൽക്കാൻ പോവാ. ഇനിയും നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇനിയും ദൈവത്തിന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നിന്റെ കണ്ണ് ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ച്, കർത്താവേ ഇനിയും എന്റെ നിലവിളിയിൽ മറഞ്ഞിരിക്കരുതേ. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം പറയുകയാണ്, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേക്കാൻ പോകുകയാണ്. നിന്റെ ശത്രു ചിതറാൻ പോവുകയാണ്. തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ഉരുകാൻ പോകുകയാണ്. പുക പതറുന്നത് പോലെ ശത്രു പതറാൻ പോകുകയാണ്. ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കാൻ പോകുകയാണ്. കേട്ടോ, വചനം നിന്നെ തൊട്ട് സംസാരിക്കുക. വചനം നിന്നെ തൊട്ട് സംസാരിക്കുക. എനിക്കൊരു ദൂത് വെളിപ്പെടുത്തുന്നുണ്ട്. വേഗത്തിൽ ചില കാര്യങ്ങൾ നടക്കാൻ പോവുക. കർത്താവ് നിനക്ക് കഷ്ടത്തിന്റെ അപ്പവും കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. ഇന്നത്തെ ദിവസം എഴുതിക്കോ, ഇന്നു മുതൽ നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. എന്നോട് ദൈവം പറയുകയാണ്, ഒത്തിരി ദിവസം നീ കണ്ണു നട്ട് നോക്കിയിരുന്ന ഒരു വിടുതല് ഇതുവരെ കിട്ടിയില്ല. എന്നാൽ ഇന്ന് ഉറപ്പ് തരിക, ഇന്ന് തൊട്ട് നിന്റെ ഉപദേഷ്ടാവ് ആർക്കൊക്കെയോ വേണ്ടി ദൈവം വെളിപ്പെടുക. യെസ്, 3 യാമങ്ങൾ നിന്നെ തകർക്കുന്ന കാറ്റുണ്ടെങ്കിൽ 4-ാം യാമം രക്ഷകൻ ഇറങ്ങുന്ന യാമമാ. രാത്രിയുടെ നിഗൂഢതകൾ പൊട്ടുന്നു. നിഗൂഢതകളുടെ പിമ്പിൽ വ്യാപരിക്കുന്ന പൈശാചിക വലയങ്ങൾ മുറിവേൽക്കുന്നു. സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. നിന്റെ ഒലച്ചിൽ നിൽക്കാൻ പോകുന്നു. നിന്റെ പ്രതികൂലത്തിന്റെ കാറ്റ് നിൽക്കാൻ പോകുന്നു. രാത്രിയുടെ 3 യാമങ്ങളിൽ നിന്റെ കൂടാരത്തെ ഒലച്ച ചില സാത്താന്യ നിഗൂഢതകൾ ഇന്നത്തെ ആരാധനയിൽ പൊട്ടിമാറുന്നത് കണ്ടോ. ഇതിനകത്ത് ഇരിക്കുന്ന ദൈവമക്കളുടെ മേൽ ഒരു തീ ആളി കത്തുകയാ. അത് പരിശുദ്ധാത്മാവിന്റെ തീയാ. ദൈവദാസൻ പാടിയ പോലെ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ.